ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹംട ഗ്രാഫിക്സ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ വാട്സപ്പിൽ വന്ന ഒരു അടിപൊളി ഒരു അപ്ഡേറ്റിനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു അപ്ഡേറ്റിനെ പറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഉണ്ട് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ വാട്സപ്പിൽ വന്ന ആ ഒരു അടിപൊളി അപ്ഡേറ്റ് ആണ് സ്റ്റിക്കർ ഫോട്ടോ എന്നത്. അതായത് നമുക്കറിയാം, ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മൾ സ്റ്റോറീസ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓവർലേ ആയിട്ട് ഇമേജസ് ഒക്കെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അല്ലേ. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഇനി മുതൽ വാട്സപ്പിലും അത് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത്തരത്തിൽ ഓവർലേ ഇമേജസ് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്യാം. വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് സ്റ്റാറ്റസ് എടുക്കാം. നമുക്ക് എന്നിട്ട് ഏതെങ്കിലും ഒരു സ്റ്റാറ്റസ് ഇപ്പോൾ ആഡ് ചെയ്യാം. അപ്പം നമ്മളിങ്ങനെ ബർത്ത്ഡേ ഒക്കെ ആഡ് ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ, ഒന്നിൽ കൂടുതൽ ഫോട്ടോസൊക്കെ ആഡ് ചെയ്ത് നമുക്ക് ബർത്ത്ഡേ വിഷസ് ഒക്കെ നമ്മുടെ സ്റ്റാറ്റസ് ആക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ഫ്രണ്ട്സിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ ആരുടെയൊക്കെ വേണമെങ്കിലും നമുക്ക് ഇത്തരത്തിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് തൽക്കാലം ഒരു ഫോട്ടോ ഇവിടെ എടുക്കാം. അപ്പം ആ ഫോട്ടോയിൽ ക്രോപ്പൊക്കെ ചെയ്യണമെങ്കിൽ ക്രോപ്പൊക്കെ ചെയ്ത് നല്ല ആവശ്യമുള്ള പോർഷൻസ് മാത്രം നമുക്കിപ്പോൾ എടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോട്ടോയാണ് മെയിൻ ഫോട്ടോ ആയിട്ട് എടുക്കുന്നത്. ഇനി ഈ ഒരു ഇമേജിൽ ഓവൽ ഇമേജസ് എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ ആ ഒരു ഐക്കൺ ഉണ്ടല്ലോ, നമ്മുടെ ഇമോജീസ് ആഡ് ചെയ്യുന്ന ഐക്കൺ, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഫോട്ടോ എന്ന് പറയുന്ന പുതിയൊരു സെക്ഷൻ വന്നിരിക്കുന്നതായിട്ട് കൂട്ടുകാർക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇതിനു മുമ്പ് ഇവിടെ ലൊക്കേഷൻ, ക്ലോക്ക്, അതുപോലെ കുറേ ഇമോജീസ്, പിന്നെ നമ്മുടെ സ്റ്റിക്കർ, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളേ ഉള്ളായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇവിടെ ഫോട്ടോ എന്ന് പറയുന്ന പുതിയൊരു സെക്ഷനും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഗാലറി വീണ്ടും ഓപ്പൺ ആവുന്നതായിരിക്കും. ഇതിൽ നിന്ന് നമുക്ക് ആ ഓവർലാപ്പ് ചെയ്യേണ്ട ഇമേജസ് ഒക്കെ ഏതോ അത് സെലക്ട് ചെയ്യാം. അപ്പം നമ്മളൊരു ബർത്ത്ഡേ വിഷാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വ്യക്തിയുടെ ഒന്നിൽ കൂടുതൽ ഫോട്ടോസ് അറ്റ് എ ടൈം നമുക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഇമേജ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ആ ഒരു ഇമേജ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ലാൻഡ്സ്കേപ്പ്, പോർട്രേറ്റ്, പിന്നെ സ്ക്വയർ, സർക്കിള്, ഹാർട്ട് ഷേപ്പ്, സ്റ്റാർ തുടങ്ങിയ ഷേപ്പുകൾ നമുക്ക് ലഭ്യമാണ്. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പം ഒന്നിൽ കൂടുതൽ ഫോട്ടോസ് ഇത്തരത്തിൽ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഷേപ്പ് മാറ്റണമെന്നുണ്ടെങ്കിൽ ആ ഫോട്ടോയിൽ ഒന്നും കൂടെ ഒന്ന് ടാപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇതുപോലെ ഷേപ്പ് മാറുന്നതായിരിക്കും. എന്നിട്ട് ഏത് ഷേപ്പാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അത്തരത്തിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, അത്തരത്തിൽ ചെയ്തെടുത്തതിന് ശേഷം ഇനി ഒരു മ്യൂസിക്കും കൂടെ ആഡ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ അടിപൊളി സ്റ്റാറ്റസ് ഇവിടെ റെഡി ആവുന്നതായിരിക്കും. അപ്പോൾ ഈ മ്യൂസിക് ആഡ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഐ ബട്ടണിൽ അതുപോലെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ ഒരു വീഡിയോയുടെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങളത് കണ്ട് ഈ മ്യൂസിക് ആഡ് ചെയ്യുന്നത് ഈ പുതിയ അപ്ഡേറ്റ് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഹാപ്പി ബർത്ത്ഡേ മ്യൂസിക്കും കൂടെ ആഡ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റാറ്റസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഞാൻ ആ മ്യൂസിക് കോപ്പിറൈറ്റ് ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടി മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു മ്യൂസിക്കിനകത്തുള്ള ഏത് പോർഷനാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ചൂസ് ചെയ്യാം. 15 സെക്കൻഡ് വരെയുള്ള പോർഷൻസ് നമുക്ക് ഫോട്ടോസിന് യൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ വരുന്ന ഏതെങ്കിലും ഒരു പോർഷൻസ് ചൂസ് ചെയ്യുക. എന്നിട്ട് ഡൺ ക്ലിക്ക് ചെയ്യുക. ഡൺ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ സ്റ്റാറ്റസ് ആയി മാറുന്നതായിരിക്കും. അത്തരത്തിൽ നമുക്ക് അടിപൊളി ഒരു സ്റ്റാറ്റസ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പുതിയ അപ്ഡേറ്റ് ആണ് വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്, സ്റ്റിക്കർ ഫോട്ടോ എന്ന് പറയുന്ന ഈ ഒരു അപ്ഡേറ്റ്. അപ്പോൾ ഇനി മുതൽ നമുക്ക് ഓവർലേ ഇമേജസ് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിച്ചോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ വാട്സപ്പിൻ്റെ ബീറ്റ വെർഷനാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് ലഭിച്ചെന്നിരിക്കാം. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിച്ചു എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് ഒന്ന് രേഖപ്പെടുത്തിയേക്കണേ. അതുപോലെ ഈ ഒരു അപ്ഡേറ്റിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായിട്ട് ഒന്ന് രേഖപ്പെടുത്തിയേക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ ബൈ.